സ്വന്തവാസനയായി സമർപ്പിക്കപ്പെടുന്ന കാഴ്ചകളെയും പല വഴിപാടുകളെയും ശുദ്ധീകരിച്ച് പരിപൂർണമാക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ശിശുവായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമാകുന്ന നിർമ്മല ഹൃദയത്തോടും ലജ്ജാരഹിതമായ മുഖത്തോടും കൂടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളെല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മകയിലെ ശുദ്ധീകരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, സ്തുതിയുമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്. എന്നാലോ പരീക്ഷയ്ക്ക് ദോഷം ഉണ്ടാക്കിക്കൊണ്ട് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനായ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഓശോ നിന്റെ വാഴ്വിളായ ചിന്തകളെല്ലാം ശരീരാത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവാകും ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാനുടെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഓശോ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയില്ലാത്തതും സ്വയംഭൂവും അനാദ്യന്തനും വന്ദിനും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
ദിവസം വിശുദ്ധ ദേവാലയത്തിൽ നിന്ന് അവസരത്തിനായി ശ്രദ്ധിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയിലെ പടിഞ്ഞാറേ വഴി സെന്റ് ജോർജ് പ്രാർത്ഥനയോഗത്തിൽ അംഗമായിരിക്കുന്ന ജില്ലയിൽ ശ്രീരാജൻ ജോർജിന്റെയും ശ്രീമതി റോസ്മാന്റെയും മകൻ സമാസം ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിയോഗത്താൽ ഇന്ന് കാശിസ്ഥാനത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥന വഹിക്കുവാൻ ഇടയായ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട സമാസം എൻ്റെ സെക്രട്ടറിയായി നല്ല സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ വൈദിക സെമിനാരിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മദ്രാസത്തിന്റെ ശുശ്രൂഷയിലേക്ക് കാശിസ്ഥാനം സ്വീകരിച്ച് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുമാനമാണ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ അദ്ദേഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യം ഏറെ വിചാരണ ചെയ്യേണ്ടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ കാലത്ത് പുരോഹിതന്മാരുടെ മേൽപ്പെട്ടക്കാരുടെ ഓരോ ചലനവും സംസ്ഥാനവും ഒക്കെ സമൂഹം ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മ. അനുഗ്രഹകരമായ വിളിയാണ് ബഹുമാനപ്പെട്ട ഇന്ന് സ്വീകരിച്ച് പൗരോഹിത്യ പദവിയിലേക്ക് പ്രവേശിക്കുന്നത്. പുരോഹിതൻ യേശു കർത്താവിന്റെ കണ്ണാടി. ഒരു പുരോഹിതനെ നോക്കുന്നത് കർത്താവിനെ കാണുവാൻ സാധിക്കും. അവന്റെ മുഖത്ത് കർത്താവിന്റെ ശോഭയുണ്ടാവും. അവന്റെ സംസാരത്തിൽ കർത്താവിന്റെ ശബ്ദമാണ് തെളിയുന്നത്. അവന്റെ ഓരോ ചലനത്തിലും കർത്താവിന്റെ പാദചലനം മറ്റുള്ളവർ കാണണം, കേൾക്കണം. സാധു സുന്ദർ സിംഗ് വിയന്നായി സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹം അവിടുത്തെ മേയറെ കാണുവാനായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. വാച്ച്മാനോട് സുന്ദർ സിംഗ് പറഞ്ഞു, ഞാൻ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തതാണ്, ഞാൻ മേയറെ കാണുവാനായിട്ട് അനുവാദം വാങ്ങിയിട്ടുണ്ട്, എന്നെ കടത്തി വിടണം. വാച്ച്മാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചു. സുന്ദർ സിംഗ്, എൻ്റെ പേര് സാധു സുന്ദർ സിംഗ് ആണ്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. വാച്ച്മാൻ പറഞ്ഞു, ഞാൻ പോയി മേയറോട് പറഞ്ഞിട്ട് വരാം, അവരോട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ വാച്ച്മാൻ മേയറുടെ ഓഫീസിലേക്ക് പോയി. പക്ഷെ മേയറുടെ ഓഫീസിലെത്തിയപ്പോഴത്തേക്ക് വാച്ച്മാൻ സുന്ദർ സിംഗിന്റെ പേര് പറഞ്ഞു. ഇന്ത്യയിലെ പേരായതുകൊണ്ട് സാഹിത്യം ഓർത്തിരിക്കാനായിട്ട് പ്രയാസമാണ്. അദ്ദേഹം പെട്ടെന്ന് മടങ്ങി വെയിറ്റിന്റെ അടുത്ത് വന്നിട്ട് സുന്ദർ സിംഗിനോട് പറഞ്ഞു, ക്ഷമിക്കണം, താങ്കളുടെ പേര് വിട്ടുപോയി, എന്നോട് പറയണമെന്ന് പറഞ്ഞു. സുന്ദർ സിംഗ് പറഞ്ഞു, സാധു സുന്ദർ സിംഗ്, ഫ്രം ഇന്ത്യ. അദ്ദേഹം വീണ്ടും വായിച്ച് സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ് വിട്ടുകൊണ്ട് മേയറുടെ ഓഫീസിലെത്തി. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണ്ടും പേര് പറഞ്ഞു. രണ്ടാമത് വീണ്ടും അദ്ദേഹം മടങ്ങി വാച്ച്മാൻ സുന്ദർ സിംഗിന്റെ അടുത്ത് വന്ന് ചുമതല വഹിച്ചു. ഒരിക്കൽ കൂടി താങ്കളുടെ പേര് പറയണം, എന്നത് വിട്ടുപോയി. സുന്ദർ സിംഗ് അത് വീണ്ടും ആവർത്തിച്ചത്, പേര് സാധു സുന്ദർ സിംഗ്, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു. അദ്ദേഹം വീണ്ടും അനുസരിച്ചുകൊണ്ട് അവിടെ ചെന്നു. പക്ഷെ അവിടെ ആകുമ്പോഴത്തേക്ക് പേര് വന്നു. വീണ്ടും തിരിച്ചു പോകാൻ മണി ആയപ്പോൾ അദ്ദേഹം മേയറുടെ ഓഫീസിലേക്ക് നേരെ കടന്നിയെന്ന് പറഞ്ഞു, somebody has come from India to see you. He has got an appointment to see you. But I have forgotten his name. ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. രണ്ട് പ്രാവശ്യം തിരിച്ച് ചോദിച്ചതാണ്, പക്ഷെ അത് മനസ്സിൽ നിൽക്കുന്നില്ല. പിന്നീട് അദ്ദേഹം മേയറോട് പറഞ്ഞു, but
this man was wonderfully like Jesus Christ. അദ്ദേഹത്തിന്റെ പേര് മാറുകയും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ യേശു ക്രിസ്തുവിനെ കാണുന്നത് പോലെയാണ് എന്ന് മേയർ അദ്ദേഹത്തെ നടത്തിവിടുവാനായിട്ട് വിവാദം കൊടുക്കുന്നതായിട്ട് സാധു സുന്ദർ സിംഗിന്റെ മുഖത്ത് നോക്കിയ വാച്ച്മാൻ ക്രിസ്തുവിനെയാണ് കണ്ടത്. ഒരു പുരോഹിതന്റെ മുഖത്ത് നോക്കുമ്പോൾ യേശു കർത്താവിനെ കാണുവാനായിട്ട് ജനത്തിന് കഴിയും. യേശു കർത്താവിന്റെ ചൈതന്യം സ്വീകരിക്കുവാൻ തക്കവണ്ണം വാക്കിലും പ്രവർത്തിയിലും പുരോഹിതനെ ഉപയോഗിക്കുകയും വളരെ ഗൗരവമായ പ്രശസ്തമായ ഒരു വിളിയാണ് ഒരു പുരോഹിതൻ സ്വീകരിക്കുന്നത് എന്ന് നമ്മുടെ മകൻ പറഞ്ഞിരിക്കും. ഒരു പുരോഹിതനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട്, ഒരു പുരോഹിതൻ ഒരു ഇടയനാണ്, ഒരു ഷെപ്പേർഡ്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ ബലിയർപ്പിക്കുമെന്ന് കർത്താവ് ചെയ്തതാണ്. കർത്താവിന്റെ പുരോഹിതൻ സ്വീകരിക്കുന്ന ഓരോ പുരോഹിതനും ഇടയനെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉള്ളതാണ്. പുരോഹിതൻ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഒരു നല്ല ഇടയൻ എപ്പോഴും ആടുകളെ കുറിച്ച് കരുതലുള്ളവനായി, തന്നെ ഏൽപ്പിക്കുന്ന ആടുകളെ കുറിച്ച് ഇടവകളെ കുറിച്ച് ഒരു ഇടയനായ പുരോഹിതൻ എപ്പോഴും കരുതലുള്ളവനായി, അവരുടെ സുഖത്തിലും അവരുടെ ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും അവരുടെ സ്വഭാവത്തിലും ഒരുപോലെ ആ ഇടയൻ പുരോഹിതൻ അവർക്കൊപ്പം ഉണ്ടാകും. ഇടയന് ആടുകളെ പേര് വിളിക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയുന്ന പല ഇടവകളും പുരോഹിതന്മാർക്ക് സ്വന്തം ഇടവകളിലെ ആളുകളുടെ പേരറിയുള്ളൂ. അവിടെയൊക്കെയാണ് പരാജയപ്പെടുന്നത്. ഏൽപ്പിക്കുന്ന ഇടവകളിലെ ഓരോ അംഗത്തെയും പേര് വിളിച്ച് അവരോട് ഇടപെടുവാനായിട്ട് ഇടയത്തെ ശുശ്രൂഷയിലൂടെ പുരോഹിതന്മാർ ശ്രദ്ധിക്കും. നമ്മുടെ മകൻ ഈ വർഗീസ് പ്രത്യേകം ശ്രദ്ധിക്കും. ഒരു നല്ല ഇടയൻ ജനങ്ങൾക്ക് വേണ്ടി, ആടുകൾക്ക് വേണ്ടി ജീവനെ ബലിയർപ്പിക്കുവാൻ തയ്യാറാണ്. യേശു കർത്താവെന്ന നല്ല ഇടയൻ അപ്രകാരം ജീവിതത്തിൽ സ്വയം ബലിയായവനാണ്. ബലിയർപ്പിക്കുവാൻ വിളിക്കപ്പെടുന്നവൻ ബലിയാവണം. അർപ്പിക്കുന്ന പൂജാരി മാത്രമല്ല ഒരു പുരോഹിതൻ, മറിച്ച് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ സ്വയം ബലിയാവണം ജനങ്ങൾക്ക് വേണ്ടി. അവിടെയാണ് ഒരു പുരോഹിതൻ ദാസനായി മറ്റുള്ളവർക്ക് അനുഷ്ഠിക്കുവാനായിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് പുരോഹിതന്മാർ അവരുടെ ശുശ്രൂഷ ജനം വിലയിരുത്തുകയാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം യേശുക്രിസ്തുവിനെ ദൈവരാജ്യത്തെ സാക്ഷിക്കുവാൻ തക്കവണ്ണം പുരോഹിതന്മാർക്ക് സാധിക്കും. ആ വലിയ വിളി സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിന്റെ നിയോഗം സ്വീകരിച്ചു. ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുന്ന പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹീതമാകുമെന്ന് നമുക്ക് അദ്ദേഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഉപരിപഠനം വഹിക്കുവാനായിട്ട് സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവർക്ക് ഈ മകനെ കുറിച്ച് അഭിമാനിക്കുന്നു. ദൈവത്തിന്റെ വയൽപ്രദേശത്തെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ഈ മകനെ ചെറുപ്പകാലം മുതൽ ഒരുക്കിയ മാതാപിതാക്കന്മാരെ പ്രത്യേകിച്ച് ദൈവത്തിനുപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കാലത്താണ് ശ്വാസത്തിന്റെ വിവാഹം നടന്നത്. നമുക്കറിയാവുന്ന പ്രിയപ്പെട്ട രാജവംശത്തിന്റെ മകളാണ്. അദ്ദേഹത്തിന്റെ സഹധമണിയായി ദൈവം നിശ്ചയിച്ചു. എല്ലാ വർഷത്തുകൂടി പൗരോഹിത്യ ശുശ്രൂഷയുടെ വലിയ നൽവരങ്ങൾ ലഭിച്ചിരിക്കുന്നു ഈ കുടുംബത്തിന് എന്ന് പ്രത്യേകമായി ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. പൗരോഹിത്യ പാരമ്പര്യമേറെയുള്ള ഈ ദേവാലയത്തിലേക്ക് ഒരു പുരോഹിതനെ കൂടി ചേർക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇടവകയെ അഭിമാനിക്കാൻ ആനന്ദിക്കും. കാരണം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ശുശ്രൂഷകൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് ഇടവകയെ
ഒരിക്കൽ കൂടി സ്ഥാനത്തേക്ക് ഇന്ന് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട റോജൻ സുമാഷിനെ, യുവഗീസ് മാഷിനെ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും മംഗളങ്ങളും ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ട് ഞാനത് വാക്കുകൾ അവസാനിക്കുന്നു. ദീർഘമായ ഒരു ശുശ്രൂഷയാണ് നടക്കുവാനുള്ളത്. എല്ലാവരും ഇരിക്കാനായിട്ട് നിർദ്ദേശിക്കുന്ന സമയത്ത് ഇരുന്ന്, അല്ലാത്ത സമയത്ത് നിന്ന് നിങ്ങളുടെ ഏകാഗ്രമായ മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ ഈ പ്രിയമകനെ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. മാലോകിയ വായിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സുമാഷിനെ ദേവാലയത്തിലേക്ക് ഈ സ്ഥാനത്തേക്ക് വിളിച്ച് പ്രവേശിപ്പിക്കുന്നതും പിന്നീട് കാശിശോ പട്ടമട